ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അശാന്തിയുടെ അസ്വസ്ഥതയുടെ താഴ്വാരങ്ങളിൽ വലയുന്ന നമ്മെ ഉയർന്ന പാറമേൽ ഉയർത്തി നിർത്തി വിശ്രമം നൽകുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ നമുക്ക് ഏറ്റുപറയാം. പ്രാർത്ഥനയോടെ ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശു വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അധ്വാനഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാനഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. നിന്നെ വിളിച്ചിടുന്നു. സങ്കീർത്തനം 61:1-2 വാക്യങ്ങൾ. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. ലീഡ് me to the rock. Lead me to the rock that is higher than I. എനിക്കെത്തിപ്പെടാൻ പറ്റാത്ത ആ ഉയർന്ന പാറമുകളിൽ എന്നെ നിർത്തണേ കർത്താവേ എന്ന സങ്കീർത്തകൻ്റെ പ്രാർത്ഥന. നമ്മൾ പാടി പ്രാർത്ഥിച്ചതുപോലെ ആശ്വാസത്തിൻ്റെ ഉറവിടമായവൻ വിളിച്ച് നമുക്ക് വിശ്രമം തരുന്ന അനുഭവമാണ് ഈ പാറ. പ്രഭാതം എപ്പോഴും പുതിയ ഉന്മേഷത്തിൻ്റെ അനുഭവമാകണമെന്നില്ല. ചില നേരത്ത് അത് തളർച്ചയാണ്, അത് ക്ഷീണമാണ്, നിരാശയാണ്. തളരരുത്, ബലഹീനയായി പോകരുത്. സങ്കീർത്തകൻ അവൻ്റെ ബലഹീനതകളെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കാതെ കർത്താവിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തിയിട്ട് വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്റെ കൃപയാലെ എന്നെ നിറയ്ക്കണമേ. ദിസ് ക്രൈ ബിക്കംസ് എ പാത്വേ ടു ഗ്രേസ്. എളിമയോടെ നമ്മുടെ കുറവുകളെ, ബലഹീനതകളെ കർത്താവിൻ്റെ മുമ്പിൽ മറച്ചു വയ്ക്കാൻ ശ്രമിക്കാതെ തുറവിയോടെ നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അത് കൃപയുടെ ഒഴുക്കിൻ്റെ ആരംഭമായി മാറും. കർത്താവേ, എനിക്കപ്രാപ്യമായ പാറയിൽ എന്നെ നീ കയറ്റി നിർത്തണമേ. ഈ പാറ കർത്താവല്ലാതെ മറ്റെന്താണ്? അവൻ്റെ വചനമല്ലാതെ മറ്റെന്താണ്? ഈശോ പഠിപ്പിക്കുന്നില്ലേ, പാറമേൽ ഭവനം പണിയുന്നവരാകുവിൻ എന്ന്. മാറ്റമില്ലാത്ത ഉറപ്പുള്ള, എൻ്റെ തകർച്ചകളിലും തളർച്ചകളിലും വീണടിഞ്ഞു പോകാതെ എന്നെ വീണ്ടും ഉയർത്തുന്ന ശക്തിയേറിയ കരുത്തുറ്റ പാറ എൻ്റെ ദൈവം തന്നെയാണെന്ന് തിരിച്ചറിവ് ഈ ദിവസം, ഈ പ്രഭാതത്തിൽ നമുക്കുണ്ടാകട്ടെ. ഈ പ്രഭാതം നമ്മെ ക്ഷണിക്കുന്നത് വളരെ ലളിതമായ ഒരു കാര്യത്തിലേക്കാണ്. ഡു നോട്ട് ബിഗിൻ ദ ഡേ റിലൈയിങ് ഓൺലി ഓൺ യുവർ സ്ട്രെങ്ത്. നിന്റെ കഴിവിൽ, നിന്റെ ബലത്തിൽ മാത്രം ആശ്രയിച്ച് ഈ ദിവസം ആരംഭിക്കരുത്. മറിച്ച് ദൈവം നിന്നെ ഉയർത്താൻ നീ അനുവദിക്കുക. എളിമയോടെ തിരുമുമ്പാകെ നിൽക്കുക. അവൻ നിന്നെ ഉയർന്ന പാറമേൽ നിർത്തുമെന്ന് വിശ്വസിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും പരിശ്രമങ്ങളെയും കർത്താവിന് എളിമയോടെ വിട്ടുകൊടുത്ത്
നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ശാന്തമായി പ്രഭാതത്തിൽ എൻ്റെ തളർന്ന ഹൃദയത്തെ തിരുമുമ്പാകെ ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, ഏറെ ദൂരെ പോയിരിക്കുന്ന, അകന്നു പോയിരിക്കുന്ന എൻ്റെ നിലവിളി, എൻ്റെ കരച്ചിൽ നീ കേട്ട് നിൻ്റെ ചാരത്തേക്ക് എന്നെ ചേർത്ത് പിടിക്കണമേ. നീയാകുന്ന പാറയിലേക്ക് എന്നെ നയിക്കണമേ. എൻ്റെ ഭയങ്ങൾക്ക് മുകളിൽ, എൻ്റെ ആകുലതകൾക്ക് മുകളിൽ, എൻ്റെ പരിമിതികൾക്ക് മുകളിൽ നീയാകുന്ന പാറമേൽ എന്നെ നിർത്തണമേ. എൻ്റെ ബലഹീനതകളിൽ എൻ്റെ ശക്തിയാകണമേ. എൻ്റെ തളർച്ചയിൽ എന്നെ നീ സമാധാനിപ്പിക്കണമേ. ഈശോയെ, ഞാൻ നേരിടുന്ന എല്ലാ വെല്ലുവിളികളിലും എനിക്ക് നീ അഭയമായി കൂടെ ഉണ്ടാകണമേ. ഈശോ, നിന്നിൽ ഞാൻ ഈ ദിവസം പൂർണ്ണമായും എൻ്റെ ആശ്രയം വെച്ച് ഈ ദിവസം ഞാൻ ആരംഭിക്കട്ടെ. എല്ലാ പരിശ്രമങ്ങളെയും കർത്താവിന് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.